ഹായ് ഗൈസ്, ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് കൊടുത്തു വിടേണ്ട ദിവസമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ 3 മാസത്തിലൊരിക്കലൊക്കെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും DYFI പൊതിച്ചോറ് വിതരണത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം നൽകാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട്. ഓരോ വീട്ടിൽ നിന്നും അവരവർക്ക് പറ്റണ അത്ര പൊതിച്ചോറാണ് സാധാരണ ഉണ്ടാക്കാറ്. നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് 5 പൊതി ചോറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും 5ഉം 10ഉം 15ഉം ഒക്കെ ആയിട്ട് അവരവർക്ക് പറ്റണ അത്രയും പൊതിച്ചോറ് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ട് മോരുകറിയും കേബേജ് ഉപ്പേരിയും അച്ചാറും പപ്പടവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോൺ വെജ് ഐറ്റംസ് ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം നമ്മൾ കൊടുക്കണ ഈ പൊതി ആർക്കാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നോൺ വെജ് കഴിക്കണവരായിരിക്കണം എന്നില്ലല്ലോ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലെ ചേട്ടന്മാർ വന്നിട്ട് ചോറ് കളക്ട് ചെയ്യും. എന്നിട്ട് അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകും. ഇവരുടെ ഈ വരവ് കാത്തിട്ട് ഒരുപാട് പേര് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജന്മം മൊത്തം അധ്വാനിച്ച കാശ് ആശുപത്രികളിൽ ചിലവാക്കണ ഒരുപാട് ആളുകളുണ്ട്. വിഷമിക്കുന്ന ആൾക്കാരെ നമുക്ക് കാശ് കൊണ്ട് മാത്രമൊന്നുമല്ല, ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടും സഹായിക്കാം. ഈ ഒരു കാര്യം ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പലർക്കും പലരെയും സഹായിക്കണം എന്നുണ്ടായിട്ടും എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലേക്കുള്ള ഒരു ഉത്തരം കൂടിയാണിത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പല അവസ്ഥകളെയും കുറ്റപ്പെടുത്തി ജീവിക്കലുണ്ട്. എന്നാൽ അസുഖങ്ങളില്ലാതിരിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് മുൻകൈ എടുക്കണ നാട്ടിലെ എല്ലാ DYFI പ്രവർത്തകർക്കും ഒപ്പം ഭക്ഷണം ഉണ്ടാക്കാനുള്ള നല്ല മനസ്സ് കാണിക്കണ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപാട് നന്ദി മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് പറ്റുള്ളൂ.